നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 250 ml കപ്പിൽ 1/4 കപ്പ് ചൗരി ഒരു അരമണിക്കൂർ നേരം മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചൗരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 10 മുതൽ 12 മിനിറ്റുള്ളിൽ തന്നെ ചൗരി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതായത് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇതിപ്പോൾ ആദ്യമേ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, ഈ സമയത്ത് ചെയ്താൽ മതിയാകും. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ചൗരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു സോസ് പാനിലോട്ട് കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ചൗരി ചേർത്ത് കൊടുക്കുക. വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കാര്യം എന്ന് വെച്ചാൽ വെള്ളം കുറഞ്ഞു പോകരുത്, കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് വേകാനായിട്ട് വെയിറ്റ് ചെയ്യും. അതായത് നമ്മൾ കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു 10 മുതൽ 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ചൗരി ഇതുപോലെ കുതിർക്കാതെ ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 20 മുതൽ 25 മിനിറ്റെങ്കിലും എടുക്കും ചൗരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അങ്ങനത്തെ ചൗരി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമായിട്ടില്ല. ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇതിൽ ധാരാളം സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പായസം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. പക്ഷേ ഇന്നൊരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർച്ച് നമുക്ക് ആവശ്യമായിട്ടില്ല. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കുറഞ്ഞതൊരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അങ്ങനെ ചൗരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. കസ്റ്റർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഡ്രിങ്കിന് ചെറിയൊരു കളർ കിട്ടുകയും ചെയ്യും, കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ ഒരു 2.5 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കാരണം നമ്മളിത് ചൂട് പാലിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കട്ടയാവുകയും ചെയ്യും, നമുക്ക് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു തണുത്ത പാലിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അടുത്തായിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഒരു 2.5 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പാല് കസ്റ്റർഡ് പൗഡർ മിക്സാക്കാൻ എടുത്തിട്ടുണ്ട്. ബാക്കി പാല് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഈ ഒരു അളവിൽ 3 മുതൽ 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഡ്രിങ്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുന്ന കപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മധുരം ചേർത്തെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ എത്രയാണോ നമുക്ക് മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെയൊക്കെ ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ ഒത്തിരി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ പായസത്തിനൊക്കെ ചേർക്കുന്നതിനൊക്കെ മധുരം ചേർക്കേണ്ട, ഒരു നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളൊരു മധുരം ചേർത്താൽ മതിയാകും. കാരണം ഇതിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്. അന്നേരം ഫ്രൂട്ട്സിൽ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്തെടുക്കും. ഇനി പഞ്ചസാരയും കണ്ടൻസ് മിൽക്ക് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് ഈന്തപ്പഴം ഉണ്ടല്ലോ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം അത് വേണമെങ്കിലും ചേർത്തെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ്ഡും കൂടി ചേർത്തെടുക്കുക. കസ്റ്റർഡ് മിക്സ്ഡ് ചേർക്കുന്ന മുമ്പേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം മാത്രമേ കസ്റ്റർഡ് മിക്സ്ഡ് ചേർത്ത് കൊടുക്കാവൂ. കാരണം കസ്റ്റർഡ് മിക്സ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാല് കുറുകിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളിതിപ്പോൾ പുഡിംഗ് ആയിട്ടല്ല തയ്യാറാക്കുന്നത്, ഒരു ഡ്രിങ്ക് ആയിട്ടല്ല തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് വേണമെങ്കിലും ചേർത്തെടുക്കാം. ഞാനിപ്പോൾ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല. കസ്റ്റർഡ് മിക്സ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം പെട്ടെന്ന് തന്നെ ഒന്നും കുറുകിപ്പോവും. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഒത്തിരി അങ്ങ് തിളപ്പിച്ച് അങ്ങ് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി
ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ചേർത്തെടുക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് മാത്രമേ കട്ട് ചെയ്ത് വെക്കാവൂ. നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പ്രത്യേകിച്ച് ആപ്പിളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി, ഗ്രേപ്സ്, ചെറുപഴം. ഈ ഒരു ഡ്രിങ്കിന് ചെറുപഴം ചേർക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർക്കണം. പിന്നെ ഓറഞ്ച് ഒന്നും ചേർക്കില്ല, അതായത് പുളിയുള്ള കാര്യങ്ങളൊന്നും ചേർക്കരുത്. കൂടാതെ തന്നെ അനാറുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. അനാറൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളായിരിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൗരി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് സബ്ജ സീഡ്സ് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കാരണം ഈ സബ്ജ സീഡ്സും ചവ്വരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേപ്സ് ചേർക്കുമ്പോൾ സീഡ് ഉണ്ടെങ്കിൽ സീഡ് മാറ്റിയിട്ട് വേണം ചേർക്കാൻ. അല്ലെങ്കിൽ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് കുറച്ചും കൂടി നല്ലത്. ഏത് ഫ്രൂട്ട്സ് ചേർത്താലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുപഴം മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ് ചെറുപഴം ഈ ഒരു ഡ്രിങ്കിൽ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലിപ്പോൾ നട്ട്സ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നമ്മൾ ചേർത്ത ചൗരി, സബ്ജ സീഡ്സ്, ഫ്രൂട്ട്സ് എല്ലാം കൂടെ തന്നെ നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. നട്ട്സ് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതല്ല, നട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ മിക്സാക്കിയതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കണം എന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഡ്രിങ്കൊക്കെ തയ്യാറാക്കിയിട്ട് അതിൽ ഫ്രൂട്ട്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. ലാസ്റ്റ് കുറച്ച് നട്ട്സും കൂടി ചേർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഫ്താർ സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ ഒരു ക്ഷീണവും ഒക്കെ മാറാനും നല്ലൊരു ഫില്ലിംഗ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ചൗരി ചേർത്തുകൊണ്ട് തന്നെ ചൂട് സമയത്ത് നമ്മളെ ശരീരം തണുപ്പിക്കാനും ചൗരി നല്ലതാണ്. ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്